അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആയത്തുൽ കുർസിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ആ മഹത്വം എടുത്തു പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹു, അൽ ഹയ്യു, അൽ ഖയ്യൂം അങ്ങനെ തുടങ്ങിയ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ ഇസ്മ് 18 തവണയാണ് ആയത്തുൽ കുർസിയിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഇത്ര അധികം അള്ളാഹുവിൻ്റെ ഇസ്മ് ആവർത്തിച്ചു വന്ന മറ്റൊരു ആയത്ത് ഖുർആനിലില്ല. 6666 ആയത്ത് പരിശോധിച്ചാൽ 18 തവണ അള്ളാഹുവിൻ്റെ ഇസ്മ് ആവർത്തിച്ചു വരുന്ന ഒരു ആയത്ത് പോലും പരിശുദ്ധ ഖുർആനിലില്ല. അത് ആയത്തുൽ കുർസിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസിക്ക് ഒരുപാട് ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ആയത്തുൽ കുർസിക്ക്. അതിൽപ്പെട്ട ഒന്നാണ്, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് പിന്നെ മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അപ്പോൾ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുർസി ഓതി അവനക്ക് പിന്നെ സ്വർഗത്തിൽ പോകാൻ മരണം മാത്രമേ തടസ്സമുള്ളൂ. അത്രയും മഹത്വമാണ് ഫർദ് നിസ്കാരത്തിന് ശേഷം ഓതിയാൽ. അതുപോലെ തന്നെയാണ് വുളൂഇന് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് അള്ളാഹു 70 പദവി ഉയർത്തപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ. മൂന്നാമത്തെ പ്രത്യേകതയാണ്, ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ 70,000 മലക്കുകളുടെ കാവൽ അവനിക്കുണ്ടാകും. അതുപോലെ തന്നെ നാലാമത്തെ പ്രത്യേകതയാണ്, ആരെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ, വീട്ടിൽ കയറുന്ന സമയത്ത്, പ്രവേശിക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി വീട്ടിൽ കയറിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ തന്നെയാണ്, ആരെങ്കിലും വീട്ടിൽ നിന്ന് ഓതിയാൽ, വീട്ടിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ 30 ശൈത്താന്മാർ ആ വീട്ടിൽ നിന്ന് വിട്ടുപോകും. അതുപോലെ തന്നെയാണ്, പതിവായി ആയത്തുൽ കുർസി ഓതുന്നവന്റെ വീട്ടിൽ 40 ദിവസം സിഹ്ർ ചെയ്യുന്ന പുരുഷനിക്കോ സ്ത്രീക്കോ ആ വീട്ടിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അത്രത്തോളം മഹത്വമുണ്ട് ആയത്തുൽ കുർസിക്ക്. അതുപോലെ തന്നെയാണ്, രാത്രി ഉറങ്ങാൻ നേരത്ത് ആരെങ്കിലും ഓതിയാൽ അവനിക്കൊരു മലക്കിന്റെ കാവല് അവൻ ഉറക്കത്തിൽ ഉണരുന്നത് വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ ഒട്ടനവധി ആയത്തുൽ കുർസിക്ക് മഹത്വങ്ങളുണ്ട്. ഇത് പതിവാക്കി ഓതൽ നല്ലതാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾക്ക്, വീട്ടിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ കാണാതെ ഒരു മനുഷ്യൻ പഠിക്കൽ സുന്നത്തായ ഒരു കാര്യമാണ് ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആയത്തുൽ കുർസിയുടെ മഹത്വം മനസ്സിലാക്കി ഇത്രയും സന്ദർഭങ്ങളിലൊക്കെ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഉണർത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.